16 യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്താനിരുന്നത് ഇന്നായിരുന്നു. എന്നാൽ ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആ ആശ്വാസ വാർത്തയെത്തി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയിരിക്കുന്നു. മലയാളി നഴ്സിന്റെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കൈയൊഴിഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ ശിക്ഷയിൽ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചത്? അവിടെയാണ് അവസാനവട്ട ശ്രമം എന്ന നിലയ്ക്ക് ഒരു മതനേതാവ് നടത്തിയ ഇടപെടലിന്റെ ആഴം വ്യക്തമാകുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസലിയാർ 94 വയസ്സുള്ള ഈ മതപണ്ഡിതൻ തന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തിയ ഇടപെടലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയത്. സൂഫി പണ്ഡിതൻ ഷേഖ് ഹബീബ് ഉമർ, യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജി, കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ എന്നിവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്തു. ഒടുവിൽ തടവിൽ കഴിയുന്ന ഒരു സ്ത്രീക്കും പ്രതീക്ഷയോടെ അവളുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന കുടുംബത്തിനും ആശ്വാസം പകരുന്ന വാർത്തയെത്തി. പ്രായച്ചിത്തം കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട്. ആ കുടുംബങ്ങളാരാണെന്നോ അവരുടെ അവസ്ഥയെന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുണ്ട്. നാളെ ബലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. നിമിഷപ്രിയയുടെ മോചനത്തിൽ നിസ്സഹായരാണെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചത്. ആ കേസിലാണ് ഏതാനും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിലൂടെ കേരളക്കരയിലെ ഒരു പണ്ഡിതൻ ചില പ്രതീക്ഷകൾ നൽകിയത് എന്നത് പ്രധാനമാണ്. ഉദ്വേഗത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആശ്വാസത്തിന്റെ വെട്ടം തെളിയിക്കാനായ ഇടപെടൽ. വിശ്വഗുരുവായി സ്വന്തം അണികൾ വാഴ്ത്തുന്ന നരേന്ദ്രമോദിക്ക് സാധിക്കാത്ത ഇടപെടൽ കാന്തപുരം മുസല്യാർക്ക് നടത്താനായി. മാനവികതയുടെയും സാമുദായിക മൈത്രിയുടെയും മഹാസന്ദേശമാണ് ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം പകരുന്നത്. വിശ്വത്തോളം ഉയർന്ന മാനവികത. പേരു നോക്കി നയവും നിലപാടും അഭിപ്രായവും രൂപീകരിക്കുന്ന, നന്മയും തിന്മയും വേർതിരിക്കുന്ന ഒരു കാലമാണ് ഇതെന്നത് ഓർക്കണം. ആഭ്യന്തര കലാപവും രാഷ്ട്രീയ അസ്ഥിരതയും കൊടികുത്തി വാഴുന്ന യമനിലാണ് നിമിഷപ്രിയയുടെ കേസ്. ഇത് ബാഹ്യ ഇടപെടലിനെ ഏറെ സങ്കീർണമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യമനിലെ ഹളർമൗത്തിലുള്ള സൂഫി പണ്ഡിതനും തന്റെ ദീർഘകാല സുഹൃത്തുമായ ഷേഖ് ഹബീബ് ബിൻ ഉമറിന്റെ സഹായം കാന്തപുരം തേടിയത്. അങ്ങനെ കൊല്ലപ്പെട്ട തലാലിന്റെ ബന്ധുക്കളുമായി ആശയവിനിമയത്തിന് വഴിയൊരുങ്ങി. പിന്നീട് നടന്നത് ചരിത്രം. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാന്തപുരം ഉസ്താദിനെ തേടി അഭിനന്ദന പ്രവാഹം. വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി നടക്കുന്ന നിരവധി ശ്രമങ്ങൾക്ക് ഇടയിൽ ഫലപ്രദമായ മാനവികത ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും തുടർന്ന് ഈ ചർച്ച മുമ്പോട്ടേക്ക് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കെല്ലാം തീർച്ചയായും ആവേശം നൽകുന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ്. അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം പകരുന്നൊരു കാര്യം. എന്നാൽ അവിടെയും ചില പുഴുക്കുത്തുകളെ കാണാനാകും. ഈ ചരിത്ര നിമിഷം ചിലരെയെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള വർഗീയ സംഘടനകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കാന്തപുരത്തിനെതിരായി നടത്തുന്ന വിദ്വേഷ പ്രചാരണത്തിനെതിരെ സമൂഹം ശബ്ദിക്കേണ്ടതുണ്ട്. വർഗീയ ധ്രുവീകരണം ഇപ്പോഴും നടക്കുന്നയിടത്ത് ജാതിയോ മതമോ മറ്റ് വേർതിരിവുകളോ നോക്കാതെ മാനവികത ഉയർത്തിപ്പിടിക്കുകയാണ് കാന്തപുരം ചെയ്തത്. ഒരു അമുസ്ലിം യുവതിയുടെ ജീവനു വേണ്ടി ഒരു മുസ്ലിം മതപണ്ഡിതൻ ഇടപെടൽ നടത്തിയതാണോ പ്രശ്നം? മോചനത്തിലേക്ക് പാതി ദൂരം പോലും ആയിട്ടില്ലെങ്കിലും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ സാധ്യമായ ആ നുറുങ്ങു വെളിച്ചമുണ്ടല്ലോ, അത് വിളിച്ചു പറയുന്നത് മാനവികതയുടെ വലിയ സന്ദേശമാണ്. അത് മനസ്സിലാക്കാൻ അത്രയും തന്നെ വിശാലത നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാവേണ്ടതുണ്ട്.